നാട്ടിലൊക്കെ നല്ല അടിപൊളി മഴയാണ്. എല്ലാ നമ്മുടെ അണക്കെട്ടുകളും ഡാമുകളുമൊക്കെ വെള്ളം കയറിയിട്ട് നിറഞ്ഞ് എല്ലാം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറന്നു വിടുന്നതിനായിട്ട് ഗവൺമെൻറ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി യാതൊരു അപകടങ്ങളും കൂടാതെ ആ അണക്കെട്ട് തുറന്നു വിടണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ അത് തുറന്നു വിടട്ടെ എന്ന് തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. എല്ലാവരും സേഫ് ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് പുതിയതായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കാഡ്ബറി ഫാക്ടറി, നമ്മുടെ കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാഡ്ബറി ഫാക്ടറിയുടെ ഒരു എക്സിബിഷൻ സെൻറ്ററിലാണ്. കാഡ്ബറിയുടെ ചോക്ലേറ്റ് ഉണ്ടാകുന്ന ഫാക്ടറി ഇതിന് തൊട്ടടുത്താനാണ്. അവിടെ നമുക്ക് പോകാനുള്ള എൻട്രി ഇല്ല, അവിടെ പബ്ലിക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അവർ ഒരു എക്സിബിഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ എക്സിബിഷൻ സെൻറ്റർ 1990 ഓഗസ്റ്റ് 14 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. കാഡ്ബറി ഫാക്ടറിക്ക് 2 എക്സിബിഷൻ സെൻറ്ററുകളാണുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലും മറ്റേത് ന്യൂസിലൻഡിലുമാണുള്ളത്. അപ്പോൾ ഈ കാഡ്ബറി വേൾഡിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ കാഡ്ബറി ഫാക്ടറിയിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോകളും അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളുമൊക്കെ നമ്മളെ ശരിക്കും ഇവർ പറഞ്ഞ് മനസ്സിലാക്കും. ഇവിടെ കാഡ്ബറി വേൾഡിൻ്റെ മധുരമുള്ള ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുട്ടികളോടൊപ്പം വന്ന് ഒരു ദിവസം ചിലവഴിക്കാനുള്ള നല്ല നല്ല കാഴ്ചകളാണ് ഈ കാഡ്ബറി വേൾഡിൽ അവരൊരുക്കിയിരിക്കുന്നത്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് 17 പൗണ്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് 12 പൗണ്ടുമാണ്. അണ്ടർ 4 4 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ എൻട്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര റഷാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇതാണ് നമ്മുടെ എക്സിബിഷൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നുമാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്.
കൺവെയറിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വിടുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ കൺവെയറിൽ അവിടെ വരും, അവിടെ വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഇത് ഭയങ്കര ഡിലീഷ്യസ്, ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ കൊക്കോ കാൻഡി, കൊക്കോയിൽ നിന്നും ചോക്ലേറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ് ഇവിടെ നിന്നുകൊണ്ട് ഇവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് കൊക്കോ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കൊക്കോയിൽ നിന്നുമാണ് ഈ ചോക്ലേറ്റ് ഇവർ നിർമ്മിക്കുന്നത്. ഷോപ്പിംഗ് സെൻ്ററാണ്. കാഡ്ബറീസിൻ്റെ എല്ലാ ചോക്ലേറ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് ഇവിടുന്ന് വാങ്ങാം. നമുക്ക് എല്ലാ ചോക്ലേറ്റും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പിള്ളേർക്ക് പറ്റും. കാരണം പിള്ളേർക്ക് വേണ്ടുന്ന കുറേ റൈഡുകൾ ഇവിടെ അവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് മുഴുവനും ഈ നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ മുഴുവനും ആ കാണുന്നത് 4D തിയേറ്ററിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. അവിടെ ഞങ്ങളും ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്നു. ആ ക്യൂവിൽ നിന്നിട്ടാണ് ആ 4D സിനിമ കാണാനായിട്ട് പറ്റിയത്. കാരണം ആ 4D സിനിമ നല്ല രസമുണ്ട്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ആ 4D. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര എൻജോയബിളാണ്. നമ്മൾ ഈ കാണുന്നതാണ് കാഡ്ബറിയുടെ ഫാക്ടറി. ഇവിടെയാണ് കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൈകളിലെത്തുന്നത്. നമുക്ക് കാഡ്ബറിയുടെ ഫാക്ടറിയിലേക്ക് പോകാൻ അവിടെ പബ്ലിക്കിന് അലൗഡ് അല്ല. അതുകൊണ്ടാണ് അവർ ഈ കാഡ്ബറി വേൾഡ് എന്ന് പറയുന്ന ഈ എക്സിബിഷൻ സെൻറ്റർ പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് അവർ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റുകളാണ്. 40 ബാറോളം നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു. ഇഷ്ടം മാതിരി നമുക്ക് അതിനകത്ത് വെച്ച് കഴിക്കാം. നമുക്കറിയാമല്ലോ ചോക്ലേറ്റൊന്നും നമ്മളാരും അധികം കഴിക്കത്തില്ല. പക്ഷേങ്കിൽ ഇതുപോലെയുള്ള പല ഫ്ലേവറിൽ ഇത് അതിനകത്തിൽ ക്രഞ്ചി ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്. നമ്മുടെ കാഡ്ബറി വേൾഡിൽ വന്ന ഈ വിസിറ്റിംഗ് സെൻറ്ററിൽ വന്നിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ താഴെയോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.